ജനനായകൻ ഭഗവത് കേസരിയുടെ റീമേക്ക് അല്ലെന്ന് സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള എച്ച് വിനോദ് തന്നെ സിനിമയുടെ ഓഡിയോ ലോഞ്ച് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തിനാ ഇങ്ങനെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇന്നലെ സിനിമയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് സ്റ്റിൽസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റില്ലുകളും പിന്നെ ഭഗവത് കേസരിയുടെ നോക്കുമ്പോൾ എവിടെയൊക്കെ എന്തോ ഒരു ഇത് നടക്കുന്നുണ്ട്. പിന്നെ 2025 ഇന്ത്യൻ ആക്ടേഴ്സിന്റെ റാങ്കിങ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ തലപതി എത്രാമതാണെന്ന് നമുക്ക് നോക്കാം. ഞാനൊരിക്കലും ഡയറക്ടർ എച്ച് വിനോദ് പറഞ്ഞത് കള്ളമാണെന്നല്ല പറയുന്നത്. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് പറ ആണോ അല്ലയോ എന്ന്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. സിനിമ ഇങ്ങനെ വന്നാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സിനിമയിൽ പാസ്റ്റും ഉണ്ടായിരിക്കും പ്രസന്റും ഉണ്ടായിരിക്കും. അതിൽ ഫസ്റ്റ് സിംഗിളായിട്ട് ഇറങ്ങിയ കച്ചേരി എന്ന് പറയുന്ന പാട്ട് പ്രസന്റ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡ് സിംഗിളിനേക്കാൾ പ്രായമുള്ളതായിട്ടാണ് ഫസ്റ്റ് സിംഗിളിൽ കാണിച്ചേക്കുന്നത്. ഇപ്പൊ എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ആ കച്ചേരി എന്നൊക്കെ പറഞ്ഞ പാട്ടിന്റെ ആ ഒരു ജേണറും പിന്നെ ഇന്നലെ ഇറങ്ങിയ കുറെ സ്റ്റീൽസ് ഉണ്ടല്ലോ, അതോടൊക്കെ കാണുമ്പോൾ എന്തോ ഒരു വാരിസോ ഗോട്ടോ അങ്ങനെ എന്തോ ഒരു സൂചന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഞാൻ പറയും ഈ പ്രസന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്റർവെൽ സീന് മുമ്പായിട്ടും ആ ഒരു പേരെ വരലാരെന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇന്റർവെല്ലിന് ശേഷം സെക്കൻഡ് ഹാഫ് ആയിട്ട് കാണിക്കണമെന്നാണ്. ഫസ്റ്റ് ഹാഫിലാകാണെങ്കിൽ തന്നെ സെക്കൻഡ് ഹാഫ് കയറി കൊളുത്തിയ നല്ലൊരു റെസ്പോൺസ് ആയിരിക്കും ഓഡിയൻസിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ കച്ചേരി എന്ന് പറഞ്ഞ പാട്ടിനകത്ത് അനിരുദ്ധ് ലാസ്റ്റ് പറയുന്നുണ്ട് അണ്ണ വൺ ലാസ്റ്റ് ഡാൻസ് എന്ന്. അതുകൊണ്ട് അത് സിനിമയിലെ അവസാനത്തെ ഒരു പാട്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു പേടി തോന്നുന്നു. സിനിമ ഒരു അപരാധം ഒന്നും ആവാതിരുന്നാൽ മതിയായിരുന്നു. ഡയറക്ടർ എച്ച് വിനോദ് ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. സിനിമ കഴിയുമ്പോൾ എന്തായാലും നീ ഒരു കട്ട വിജയ് ഫാനാണെങ്കിൽ നീ കരഞ്ഞിരിക്കും. കരഞ്ഞ് മെഴുകി വരുന്ന കുറേ എണ്ണം കാണും. ആ കൂട്ടത്തിൽ ഞാനും കാണും. ഓഡിയോ ലോഞ്ചിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനും കരഞ്ഞു പോയായിരുന്നു. സിനിമയ്ക്ക് നെഗറ്റീവ് വല്ലതും വന്നാൽ അത് താങ്ങാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നെഗറ്റീവ് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എൻ്റെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യം പറഞ്ഞു തരുന്നില്ലേ? അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ഇന്നലെ ഇറങ്ങിയ സ്റ്റില്ലും ഭഗവത് കേസരിയും വെച്ച് കമ്പയർ ചെയ്യാം. ഞാൻ കുറച്ച് സ്റ്റിൽസ് കാണിക്കാം, എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്ത് നിൽക്കുക. റീമേക്ക് ആണോ അല്ലയോ? പിന്നെ എല്ലാ വർഷത്തെ പോലെ റാങ്കിങ് പുറത്തു വന്നിട്ടുണ്ട്. 2025 ഒറ്റ സിനിമയിൽ റിലീസ് ചെയ്യാതെ 4ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ അണ്ണൻ. ഇതിപ്പോൾ ഇന്ത്യയിൽ മാത്രം ഫേമസ് ആയ റാങ്കിങ്ങിൽ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ വേൾഡിൽ ഫേമസ് ആയ ഇന്ത്യൻ ആക്ടേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ വേണ്ടടാ നമ്മുടെ തലപതി ഒന്നാമത്. ഇങ്ങനെ കൊണ്ട് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഒരൊറ്റ സിനിമയിൽ റിലീസ് ചെയ്യാതെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. അതാണ് എൻ്റെ തലപതിയുടെ റേഞ്ച്. ഇങ്ങനെയാണ് സിനിമ നിർത്തിയിട്ട് രാഷ്ട്രീയത്തിൽ പോകുന്നത്. പുള്ളിയുടെ എയിം എന്തൊക്കെയോ ഇല്ലേ, അത് നടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം. അതുവരേക്കും ബൈ.